2-3 ഇൻസിഡന്റ് വന്നപ്പോഴത്തേക്കും നമ്മുടെ നാട്ടിലെ ചേട്ടന്മാരെ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ കണ്ടിട്ട് സംസാരിക്കാതിരിക്കാൻ പറ്റുന്നില്ല. ഒരു ഷിംജിത ഉണ്ടായെന്ന് വെച്ചിട്ട് നാട്ടിലുള്ള പെൺകുട്ടികളെല്ലാം ഷിംജിത ആവില്ല. ദീപക്കിനും സംഭവിച്ചത് തീർത്തും അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരിക്കലും അങ്ങനെ ഉണ്ടാവാൻ പാടില്ലായിരുന്നു. അവൾ ചെയ്തത് തെറ്റാണ്. പക്ഷെ ഇതൊക്കെ പറഞ്ഞതുകൊണ്ടും ആ പാവം പിടിച്ച മനുഷ്യൻ ഇനി തിരിച്ചു വരാൻ പോകുന്നില്ല. പക്ഷെ പെൺകുട്ടികൾ റിയൽ ലൈഫിൽ ഡെയിലി ഇത് ഫേസ് ചെയ്യുന്നുണ്ട്. അതിനെ നിങ്ങൾ എത്ര കാർഡ്ബോർഡ് ധരിച്ച് നടന്നാലും എത്ര മുള്ളു വെച്ച് നടന്നാലും മറക്കാൻ പറ്റില്ല. ഈ കാർഡ്ബോർഡ് വെച്ച് നടക്കുന്ന ചേട്ടന്മാരൊക്കെ വീട്ടിൽ പോയിട്ട് അമ്മയോടോ പെങ്ങളോടോ മക്കളോടോ ചോദിച്ചു നോക്ക്, അവര് ഇങ്ങനത്തെ ഇൻസിഡൻസ് ഫേസ് ചെയ്തിട്ടുണ്ടോന്ന്. ഒരാൾക്ക് പോലും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം എവിടെ പോയാലും, ഏത് വേഷത്തിൽ പോയാലും, ഏത് സമയത്ത് പോയാലും ഇങ്ങനെയുള്ള പെർവേർട്സ് ഒരുപാടുണ്ട് നമ്മുടെ നാട്ടില്, നമ്മുടെ ലോകത്ത്. അതൊന്നും പറഞ്ഞിട്ട് എല്ലാ ആണുങ്ങളെയും പിടിച്ച് പെർവേർട്സ് ആക്കിയിട്ടില്ല. എല്ലാ ആണുങ്ങളെ ഒന്നടക്കും അയ്യോ ഞങ്ങൾക്ക് ആണുങ്ങളെ പേടിയാ, അയ്യോ ഞങ്ങൾക്ക് ആണുങ്ങളുടെ അടുത്തിരിക്കാൻ പറ്റില്ല, ഒരു പെൺകുട്ടി അങ്ങനെ പറയില്ല. ഇനി ഈ കേസ് ശരിക്കും അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് റിയൽ ആയിട്ട് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടാവുമ്പോൾ പെൺകുട്ടികൾ പറയാൻ പേടിക്കും. കാരണം അവർ ഹറാസ് ചെയ്യപ്പെടുമോ, അവർ ബുള്ളി ചെയ്യപ്പെടുമോ, അവരെ വിശ്വസിക്കുമോ എന്നുള്ള പേടിയായിരിക്കും അവരുടെ മനസ്സിൽ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് പെൺകുട്ടികളോടാണ്, നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എവിഡൻസ് കളക്ട് ചെയ്യുക, നിങ്ങൾ ശബ്ദം ഉയർത്തി സംസാരിക്കുക. അല്ലാണ്ട് വീഡിയോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇടാനോ അല്ലെങ്കിൽ സമൂഹത്തിന് വിട്ടുകൊടുക്കാനോ ഒന്നും നിൽക്കണ്ട. നിങ്ങൾക്ക് നിയമപരമായിട്ട് നീങ്ങാം. ഇനി ഈ വീഡിയോയുടെ അണ്ടറിൽ ആരെങ്കിലും പറയാണ് പെൺകുട്ടികൾക്ക് നിയമങ്ങളുണ്ട്, എല്ലാ നിയമങ്ങളും പെൺകുട്ടികൾക്ക് അനുകൂലമാണ്, എന്നിട്ടും ഇത്രയും നിയമങ്ങൾ ഉണ്ടായിട്ടും എത്ര പെൺകുട്ടികളാണ് ഒരു ദിവസം ഈ ലോകത്ത് റേപ്പ് ചെയ്യപ്പെടുന്നത്? എത്ര പെൺകുട്ടികളാണ് ഇതുപോലെ ചൂഷണങ്ങൾ അനുഭവിക്കുന്നത്? അതുകൊണ്ട് നിയമം ഉണ്ടെന്ന് കരുതി ഒരിക്കലും ഒരാൾ സേഫ് ആവുന്നില്ല. ഇനി ആണുങ്ങൾക്ക് വേണ്ടി ഇത്രയും നിയമങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ സേഫ് ആവാൻ പോകുന്നില്ല. പിന്നെ ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്നവരും ഇപ്പൊ ഇത്രയും റിയാക്ട് ചെയ്യുന്നവരും എത്ര പെൺകുട്ടികൾ നമ്മുടെ നാട്ടിൽ മരിച്ചു? അപ്പൊ വല്ലതും നിങ്ങൾ ഇത്രയും ഷോ കാണിച്ചിട്ടുണ്ടോ? ഇല്ല. സോ ദീപകിന്റെ മരണം പെൺകുട്ടികളുടെ തലയിൽ കയറാനുള്ള ഒരു അവസരമായി കാണാതെ അയാൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കും. അപ്പോൾ ഓക്കെ.